വയറിളക്കവും പനിയും പോലുള്ള സാധാരണ ലക്ഷണങ്ങളിലൂടെ ആരംഭിച്ച് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരെ നയിക്കാൻ കഴിയുന്ന അപകടകാരിയായ ബാക്ടീരിയ രോഗമാണ് ഷിഗല്ലോസിസ്. ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും അതിവേഗം പടരാൻ സാധ്യതയുള്ളതാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ഷിഗല്ല? എങ്ങനെ രോഗം പകരുന്നു? എന്തൊക്കെയാണ് മുൻകരുതലുകൾ? മലിനമായ ഭക്ഷണവും വെള്ളവും വഴിയാണ് രോഗം പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലരിൽ രക്തം കലർന്ന വയറിളക്കവും അനുഭവപ്പെടാം. കുട്ടികൾ, വയോജനങ്ങൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിലാണ് രോഗബാധ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യത. രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നവർ ഉടനെ തന്നെ വൈദ്യസഹായം തേടണം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വയോജനങ്ങൾക്കും രോഗം ഗുരുതരമാകാൻ സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലും രോഗബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. രോഗവ്യാപനം തടയാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നും ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപും ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നവർ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കാതെ ഉടനെ ആശുപത്രിയിൽ എത്തണമെന്നും അധികൃതർ അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും പരിശോധനകളും നടത്തുകയാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുകയും ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പിന്തുടരുകയും ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.